ഹായ് ചിലക്കളീസ്. അപ്പം ഓണം ഷോപ്പിങ്ങിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ് നിർത്തിയത് എവിടെ വെച്ചാണ്? നമ്മുടെ പ്രീമിയറാണ് അല്ലേ. അപ്പം പ്രീമിയറിൽ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ വന്നത് നമ്മുടെ അട്ടക്കുളങ്ങരയിലുള്ള പുതിയ രാമചന്ദ്രയിലായിരുന്നേ. അവിടെ വരുമ്പോഴാണ് ഫീൽസ് ലൈക്ക് കമ്മിങ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടാകുന്നു. എവിടെ പോയാലും അവിടെ വന്നാലും ഒരു സമാധാനമാകും. നമ്മൾ ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഡ്രസ്സസൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല കളക്ഷനുണ്ട്, ഭയങ്കര അഫോർഡബിളാണ്. പിന്നെ നമുക്ക് മെയിൻ വിശപ്പാണല്ലോ, കാരണം ഞങ്ങൾ രാവിലെ പോയതാണ്. ഏകദേശം 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. പിന്നെ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി രാമചന്ദ്രയെ തന്നെ ഏറ്റവും മുകളിലുണ്ട്. ഫുഡും ഭയങ്കര അഫോർഡബിളാണ്. കാരണം ഏകദേശം നമുക്കൊരു 10-200 രൂപയൊക്കെ കൊണ്ടുപോയാൽ ലാവിഷായിട്ട് അത്യാവശ്യം നല്ല ഫുഡൊക്കെ വാങ്ങിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കഴിക്കാൻ പറ്റും കേട്ടോ. അതായത് ഫ്രൈഡ് റൈസിന് വന്നിട്ട് ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കൻ 90 റുപ്പീസ്. പിന്നെ അങ്ങനെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഇതിലാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ആതിരയുടെ ചിലവാണേ. ഫുഡൊക്കെ തന്ന് പിന്നെ അങ്ങോട്ട് നടക്കാൻ വയ്യായിരുന്നു ഗൈസ്, അത്രയ്ക്കും തിന്ന്. അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ, ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ പോയതെന്ന് വെച്ചാൽ ആതിരയ്ക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പഴയ രാമചന്ദ്ര, ട്രിവാൻഡ്രംകാർക്ക് അറിയായിരിക്കും. പഴയ രാമചന്ദ്രയുടെ അടുത്തൊരു ഷോപ്പുണ്ട്, ഫുള്ള് കമ്മൽ മാത്രമുള്ള അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്. ഞാൻ അറിഞ്ഞത് അവിടെ നിന്നാണ് മിക്ക ഷോപ്പുകളിലേക്കും പല ഷോപ്സിലേക്കൊക്കെ കമ്മലുകൾ കൊണ്ടെത്തിക്കുന്നതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ടുള്ള ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവൾ കുറേ കമ്മലും മാലയൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ പറയുക, അതും ഭയങ്കര അഫോർഡബിളാണ്. 100 റുപ്പീസ്, 60 റുപ്പീസ്, അങ്ങനെ ഒരു 100-ന് മുകളിലോട്ട് അധികം ഇയറിങ്സ് അവിടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും നല്ല കളക്ഷൻസൊക്കെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പം ഓണം ഫംഗ്ഷൻ ഇടാൻ പറ്റിയ കുറേ ഇയറിങ്സും ഒക്കെ ആയിട്ട് അവൾ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം, എന്തൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്നിട്ടും നമുക്ക് കുറച്ചും കൂടെ ബ്ലൗസ് മെറ്റീരിയൽസിനൊക്കെ വേണമായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കുറേ രാമചന്ദ്രൻ തന്നെ വാങ്ങിച്ചു. അതിനുശേഷം അവിടെ വേറൊരു ഷോപ്പ് കണ്ടു കേട്ടോ, ബോംബെ ഗാർമെൻറ്റ്സ് എന്ന് പറയും. എൻ്റെ ദൈവമേ, അവിടെ ചെന്നപ്പോഴാണ് ഒത്തിരി കളക്ഷൻസ്. ഈ പറയുന്ന നമ്മൾ രാവിലെ തൊട്ട് പോയതിലുള്ള എല്ലാ അതിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് ഈ ഷോപ്പിലുണ്ടായിരുന്നു. നല്ല നല്ല വെറൈറ്റി മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അപ്പോഴാണ് അബദ്ധം പറ്റിയതായിട്ട് മനസ്സിലായത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമേ ഈ ഷോപ്പിൽ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷോപ്പിനെ പറ്റി വലിയൊരു ധാരണയില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് വെറുതെ കയറി നോക്കിയതാണ്. അപ്പോഴാണ് അവിടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ ഓൾറെഡി നമ്മൾ സാധനങ്ങളൊക്കെ പല ഇതിനായിട്ട് വാങ്ങിച്ചു. പിന്നെ ഇവിടുന്ന് 1-2 ബ്ലൗസ് മെറ്റീരിയൽ മാത്രമാണ് വാങ്ങിച്ചത്. അവിടെ ഇഷ്ടം പോലെ റെഡിമെയ്ഡ് ബ്ലൗസസ് ഉണ്ട് കേട്ടോ. നല്ല കളക്ഷനാണ്, ഭയങ്കര 250 അങ്ങനെയുള്ള റേഞ്ചിലൊക്കെയാണ് വന്നേക്കുന്നത്. അടിപൊളിയാണ്. അപ്പം ഇതൊക്കെ ഷോപ്പിങ്ങൊക്കെ മതിയാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുവാണ്. അത്യാവശ്യം നല്ല ലേറ്റായി കേട്ടോ, രാവിലെ പോയതാണ്. വരുന്ന വഴിക്ക് ഇതുപോലെ കുറേ വളകളൊക്കെയുള്ള ഒരു ഷോപ്പ് കൂടെ കണ്ട് അവിടെ നിന്ന് ജസ്റ്റ് അവൾ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുവാണ്. അപ്പം എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നും കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ. പാർട്ട് 3 ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.